ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി തേങ്ങ അരച്ച തനി നാടൻ ചെമ്മീൻ കറിയാണ്. വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ചെമ്മീൻ കറിയാണ്. അതേപോലെ തന്നെ ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് ഈ ചെമ്മീൻ കറി. അപ്പോൾ തീർച്ചയായും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അപ്പോഴാണ് ഞാൻ ഇടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയി കിട്ടുള്ളൂ. ഇനി നമുക്ക് മീൻ കറി ഉണ്ടാക്കാൻ പോയാലോ. മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. ചട്ടി നല്ല ചൂടായപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ നല്ല ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പെരിഞ്ജീരകം ഒന്ന് കളർ ചേഞ്ചായി വന്നതിന് ശേഷം ഇതിലേക്ക് 10 അല്ലി ചുവന്നുള്ളി കട്ട് ചെയ്തെടുത്തത്, 10 അല്ലി വെളുത്തുള്ളി കട്ട് ചെയ്തെടുത്തത്, അതേപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചി ചേർത്ത് കൊടുത്താലാണ് നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കണം. ഒരു സവാള നീളത്തിൽ അരിഞ്ഞത് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളിയെല്ലാം ഒന്ന് കളർ ചേഞ്ചായി വരുന്നവരേക്കും നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചെറിയ ഉള്ളിയുടെ ഒക്കെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് സവാള നീളത്തിൽ അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. സവാളയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. സവാള നല്ല രീതിയിൽ തന്നെ വഴണ്ടി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് 2 പച്ചമുളകാണ്, നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് നിങ്ങളുടെ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ കറിവേപ്പില ഈ സമയത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം 2 തക്കാളിയാണ്, തക്കാളി നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ്, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി, സവാള, പച്ചമുളക് എല്ലാം കൂടി നല്ല രീതിയിൽ വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് വെന്ത് വരുന്നവരേക്കും നമുക്ക് വഴറ്റിയെടുക്കാം. തക്കാളി ഒന്ന് വഴഞ്ഞു വന്നതിന് ശേഷം നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് പിഴിഞ്ഞെടുത്ത് മാറ്റി വെക്കാവുന്നതാണ്. ഇനി തക്കാളിയും സവാളയൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് വെന്ത് വരുന്നവരേക്കും നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അതിനുശേഷം നമുക്ക് തേങ്ങ, ഞാൻ അരമുറി തേങ്ങയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. തേങ്ങയും മഞ്ഞപ്പൊടിയും കൂടി ചേർത്തിട്ട് അതും ഞാനിവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കയ്യിൽ നിന്ന് വീഡിയോ മിസ്സായി പോയതാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ തേങ്ങ മഞ്ഞപ്പൊടി ചേർത്തിട്ട് ഒന്ന് അരച്ച് വെക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റവ് സിമ്മിൽ വെച്ച് കൊടുക്കാം. സ്റ്റവ് സിമ്മിൽ വെച്ചതിന് ശേഷം നമുക്ക് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കണം. അപ്പോൾ മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. സ്റ്റവ് സിമ്മിൽ വെക്കാം. മൺചട്ടി ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അടി പിടിക്കും. ചട്ടി നല്ല ചൂടോടെ തന്നെ ഉള്ളത്. അപ്പം സ്റ്റവ് ഒന്ന് സിമ്മിൽ വെക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് 2 ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 2-2.25 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ നേരത്തെ തന്നെ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും മഞ്ഞൾപ്പൊടിയും ഒരു ചെറിയ ഉള്ളിയും കൂടി ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. ആ അരപ്പ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് നമുക്ക് ഈ തേങ്ങയും മസാലയും എല്ലാം കൂടി ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ രീതിയിൽ തന്നെ നമുക്ക് വഴറ്റിയെടുക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇതിലേക്ക് മിക്സി ഒന്ന് കഴുകിയതിന് ശേഷം ആ വെള്ളം ചേർത്ത് കൊടുക്കാം. ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് പുളി നേരത്തെ തന്നെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളി വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ 2 മിനിറ്റ് ഇതൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് മിക്സി കഴുകിയിട്ടുള്ള വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. നിങ്ങൾക്ക് കറിക്ക് എത്ര ആവശ്യമായിട്ടുള്ള വെള്ളം ആ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മളിവിടെ പുളി, നിങ്ങളുടെ കയ്യിൽ കുടംപുളി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ കുടംപുളിയല്ല ചേർക്കുന്നത്, വാളൻപുളിയാണ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വെള്ളം എത്ര വേണ്ടതെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല കറിക്ക് അളവിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ തേങ്ങ ഇതിൽ അരച്ച വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഇതുവരേക്കും ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല. ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം.
പുളിവെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് കറിക്ക് ടേസ്റ്റൊക്കെ നോക്കാം. നിങ്ങൾക്ക് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ തേങ്ങ വെച്ചിട്ടുള്ള കറി നല്ല തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്താണ് നമ്മൾ ഇതിലേക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ പുളിവെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് ഇതാവട്ടെ. നമ്മൾ കറി ചെമ്മീനാണ്, അപ്പോൾ മീനിട്ട് അധികം വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ കറിയുടെ ഒക്കെ ഓൾറെഡി നമ്മൾ വഴറ്റിയെടുത്തതാണ്. അപ്പോൾ തേങ്ങ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് കറി ഒന്ന് കുറുകിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ മീൻ ചെമ്മീനല്ല ഏത് മീൻ കറിയും ഈ രീതിയിൽ തന്നെ തയ്യാറാക്കി നോക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ ഒക്കെ നല്ല തിളച്ച് വന്നിട്ടുണ്ട്. തേങ്ങ നല്ല തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീനെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ വളരെ ഈസി ആയിട്ട് തന്നെ ഈ കറി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അതേപോലെ നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ചെമ്മീൻ കറിയാണ് കേട്ടോ. അപ്പോൾ തീർച്ചയായും ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കണം. അപ്പോൾ നമ്മുടെ കറിയൊക്കെ തിളച്ച് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. എന്താണെന്ന് വെച്ചാൽ ഞാനൊരു പുതിയ ചാനലാണ്, അപ്പോൾ എനിക്കധികം വ്യൂസ് ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. പിന്നെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിൽ തന്നെ തിളച്ച് വരുന്നുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് മീൻ ഇട്ട് കൊടുക്കാം. ചെമ്മീനാണ്, നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ചെമ്മീൻ ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കാവുന്നതാണ്. ചെമ്മീൻ ആയതുകൊണ്ട് നമുക്ക് കറി ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടും. അതുപോലെ കൂടുതൽ വേവിച്ചിട്ടുണ്ടെങ്കിൽ മീൻ പരുതാവും. അപ്പോൾ നമ്മൾ മീനിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഈ സമയത്ത് നിങ്ങൾ കറിവേപ്പില വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. എൻ്റെ ചെടിയിൽ നിന്നും ഒരു ഇത്തിരി കറിവേപ്പില കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു മണത്തിന് വേണ്ടിയിട്ട് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി കറി താളിച്ചിട്ടാണ് വെച്ചത്, അതുകൊണ്ട് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെളിച്ചെണ്ണ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ നല്ലൊരു ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. തനി നാടൻ രീതിയിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള നല്ലൊരു ചെമ്മീൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ടിട്ട് ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ ഓപ്ഷൻ അടിച്ചിടാനും മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ.